കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ദേവീ ശരണം അമ്മേ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. മഹാദേവ്യൈ നമഃ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യ പാരായണ പ്രഭാഷണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. സപ്തമസ്കന്ധത്തിലെ നവമ അധ്യായം യവനാശ്വൻ്റെ കഥയെയാണ് നമ്മൾ വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. കാട്ടിൽ വനത്തിൽ ചെന്ന യൗവനാശ്വൻ ദുഃഖിതനായിക്കൊണ്ട് അവിടെ തപസ് ചെയ്തുകൊണ്ടിരുന്ന ഋഷികളുടെ ആശ്രമത്തിലെത്തി. മുഖത്തെ ദുഃഖം കണ്ട എന്താണ് ദുഃഖം എന്ന് ഋഷികൾ ചോദിച്ചു. അതിനുത്തരമായിക്കൊണ്ട് യൗവനാശ്വൻ പറയാണ്, ഏ ഋഷികളെ, രാജ്യവും ധനവും നല്ല കുതിരകളും ഒക്കെ എനിക്കുണ്ട്. നല്ല സൗന്ദര്യവതികളായിട്ടുള്ള 100 ഭാര്യമാരും എനിക്കുണ്ട്. എന്നെ ജയിക്കാൻ ശക്തിയുള്ള ബലവാനായിട്ടുള്ള ഒരു ശത്രു പോലും ഈ ഭൂലോകത്തിലെങ്ങുമില്ല. നല്ല മന്ത്രിമാരെ മുതലായവരൊക്കെ എനിക്കുണ്ട് എന്നുണ്ടെങ്കിലും ഏകമായിട്ടുള്ള ഒരു ദുഃഖമുള്ളത് എനിക്ക് സന്താനമില്ല എന്നുള്ളതാണ്, ഒരു പുത്രനില്ല എന്നുള്ളതാണ്. പുത്രൻ ഇല്ലാത്തവന് ഗതിയില്ല, സ്വർഗം കിട്ടില്ല എന്നൊക്കെയല്ലേ ശാസ്ത്രങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഹേ ബ്രാഹ്മണരെ, ആ സന്താനത്തിന് വേണ്ടിയാണ് ഞാൻ അങ്ങേയറ്റം ദുഃഖിച്ചു കൊണ്ടിരിക്കുന്നത്. വേദശാസ്ത്രാർത്ഥങ്ങളൊക്കെ അറിയാവുന്ന നിങ്ങൾ ഒരു സന്താനം വേണമെന്നാഗ്രഹിക്കുന്ന എനിക്ക് യോജിച്ച ഒരു യാഗം ചെയ്ത് എനിക്ക് സന്താനഭാഗ്യം നേടിത്തരാനുള്ള കൃപയുണ്ടാവണം എന്നൊക്കെ അവരോട് പ്രാർത്ഥിച്ചു. ഇങ്ങനെ യൗവനാശൻ പറഞ്ഞത് കേട്ട് ഋഷികൾ അദ്ദേഹത്തെ കൊണ്ട് ഇന്ദ്രദേവതാ യാഗം എന്ന് പറഞ്ഞ യാഗത്തിനെ ശ്രദ്ധാപൂർവം ചെയ്യിച്ചു. യജ്ഞവേദിയിൽ ബ്രാഹ്മണരെ ജലം നിറച്ച കലശം മന്ത്രങ്ങളൊക്കെ ചൊല്ലി സ്ഥാപിച്ചു. ഈ രാജാവിൻ്റെ പുത്രലബ്ധിക്കായിട്ട് വേദമന്ത്രങ്ങളെ കൊണ്ട് ജപിച്ച കലശമായിരുന്നു അത്. അങ്ങനെ ആ മന്ത്രജപം, കലശജപം, കലശപൂജകൾ, അതായത് ഈ ഇന്ദ്രദേവതായാഗം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രിയിൽ രാജാവ് ദാഹം സഹിക്കാനാകാതെ കണ്ട് യജ്ഞശാലയിൽ എവിടെയെങ്കിലും ജലമുണ്ടാവുമോ കുടിക്കാൻ എന്ന് പറഞ്ഞത് അങ്ങനെ തിരഞ്ഞു നടക്കുകയാണ്. ഋഷികളൊക്കെ നന്നായിട്ട് കിടന്നുറങ്ങുകയാണ് ചെയ്യണത്. അപ്പോൾ രാജപത്നിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഋഷികളെ ജപിച്ചു വച്ചിരിക്കുന്ന മന്ത്രങ്ങളൊക്കെ ജപിച്ച് വേദമന്ത്രങ്ങളോടുകൂടിയൊക്കെ ജപിച്ചു വച്ചിരിക്കുന്നതായിട്ടുള്ള ഈ കലശത്തിൽ ജലം കണ്ടു. അതെന്താണ് ഏതാണെന്നൊന്നും മനസ്സിലാക്കാതെ കണ്ട ഈ യൗവനാശ്വൻ ആ ജലമെടുത്ത് കുടിച്ചു എന്നാണ് പറയണത്. അങ്ങനെ ജലം കുടിച്ചു, ദാഹം തീർത്തു. അറിയാതെയാണ് അത് ചെയ്തത്. എന്തായാലും നേരം വെളിച്ചായി. ഈ ഋത്വിക്കുകളെ ബ്രാഹ്മണരൊക്കെ എണീറ്റ് വന്നു. വീണ്ടും ആ കലശജപമൊക്കെ പൂർണ്ണമാക്കി അത് രാജ്ഞിക്ക് കൊടുക്കേണ്ട ദിവസമാണ്. ഇവർ വന്നിട്ട് യാഗശാലയിൽ നോക്കുന്ന സമയത്ത് കലശത്തിൽ ജലം കാണാറില്ല. ഋഷികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ഇതെന്തു പറ്റി? ഈ കലശത്തിലെ ജപിച്ചു വെച്ചിരുന്ന ജലമൊക്കെ എവിടെ പോയി എന്നന്വേഷിക്കാൻ തുടങ്ങി. രാജാവിനോട് വിളിച്ചു. രാജാവിനോട് പറഞ്ഞു, ഞങ്ങളിവിടെ കലശത്തിലെ മന്ത്രം ജപിച്ചു വെച്ച ജലം കാണാനില്ലല്ലോ രാജാവേ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് രാജാവ് പറഞ്ഞത് അവരോട്, ഇന്നലെ രാത്രി ഇങ്ങനെ എനിക്ക് ഒരബദ്ധം പറ്റി. ദാഹിച്ചു വളഞ്ഞു ഞാൻ ഈ പറയൊക്കെ ജലം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി വലഞ്ഞ് നോക്കുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്നതായിട്ടുള്ളൊരു കുടത്തിൽ ജലം കണ്ടു. അപ്പോൾ ആ ഇരുട്ടിലൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ജപിച്ചു വെച്ച കലശാണെന്നൊന്നും. അതറിയാതെ ഞാൻ എടുത്തു കുടിക്കുകയുണ്ടായി
ദാഹം ശമിപ്പിക്കാനായിട്ട് എന്ന് പറഞ്ഞു. യാഗം എന്തായാലും ബ്രാഹ്മണരെ രാജാവിനോട് പറഞ്ഞു. ഏതായാലും ഇപ്പം അന്ന് അങ്ങ് ഞങ്ങൾ ജപിച്ച ഈ ജപമൊക്കെ എടുത്ത് കുടിച്ച് ഈ ജലമൊക്കെ എടുത്ത് കുടിച്ചു കഴിഞ്ഞു. രാജ്ഞിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ചെയ്തതാണ്. ഇനിയിപ്പോൾ കലശം തന്നെ ഇല്ല. ഇനിയിപ്പോൾ എന്താ യാഗം മുന്നോട്ട് പോവുക? അവർ ആ യാഗം സമാപിച്ചു. എന്നിട്ട് അവരുടെ ഗൃഹങ്ങളിലേക്ക് മടങ്ങി. ഈ ഋഷികളുടെ മന്ത്രശക്തി മൂലം എന്തുണ്ടായി? രാജ്ഞി കുടിച്ച് ഗർഭവതിയാകേണ്ടതായിട്ടുള്ള ഈ ജലം ഇവിടെ യവനാശ്വൻ രാജാവ് കുടിച്ചത് കാരണം കൊണ്ട് അദ്ദേഹം ഗർഭം ധരിച്ചു. എന്തായാലും ഗർഭം ധരിച്ചപ്പോൾ ഇദ്ദേഹത്തിന് പ്രസവിക്കാനൊന്നും കഴിയില്ലല്ലോ. അതുകൊണ്ട് വയറൊക്കെ എന്തോ കീറി മുറിച്ചെടുത്തു. കാരണം കുട്ടിയെ പുറത്തെടുക്കാതെ നിവർത്തിയൊന്നുമില്ല, അല്ലെങ്കിൽ രാജാവിൻ്റെ ജീവനാപത്തിലാവും. അപ്പോൾ അതൊക്കെ കീറി മുറിച്ച് ഒരു വിധത്തിൽ ആ കുട്ടിയെ പുറത്തെടുത്തു, രാജാവിനെ രക്ഷിച്ചു. എന്തായാലും ഇപ്പം രാജാവിൻ്റെ ഉദരത്തിൽ നിന്നൊക്കെ ജനിച്ച ഒരു കുട്ടിയാണ്. ആ പുത്രനെ ഈ മന്ത്രിമാരൊക്കെ കൂടെ ഉപേക്ഷിച്ചു വനത്തിൽ എന്നാണ് പറയണത്. പക്ഷേ ദൈവകാരുണ്യം കൊണ്ട് മന്ത്രജപമൊക്കെ ജപിച്ച് ജലം കൊണ്ട് ജനിച്ച കുട്ടിയാണല്ലോ. ആ കുട്ടിക്കൊന്നും സംഭവിച്ചില്ല, മരിച്ചില്ല. ആ കുമാരൻ കം ധാസ്യതി, എനിക്കാരാ പാല് തരിക, എനിക്കാരാ മുല തരിക, മുലപ്പാൽ ആരാ തരിക എന്ന് സംശയിച്ച മന്ത്രിമാർ ഈ കുട്ടിക്ക് ആരാനി മുല കൊടുക്കുക, പാല് കൊടുക്കുക? കാരണം ഇപ്പം ജനിച്ച കുട്ടിയാണ്, അതിനിപ്പോൾ പാല് കുടിക്കുക. കുട്ടികൾക്ക് വേറെ ഒന്നും കൊടുക്കാൻ വഴിയില്ലല്ലോ, നമ്മൾ കഴിക്കണ മാതിരി അടയപ്പം തോച്ചൊന്നും. അപ്പം പിന്നെന്താ ചെയ്യുക? പാല് കൊടുക്കണം. സ്ത്രീകളാണ് പ്രസവിച്ചത് എന്നുണ്ടെങ്കിൽ അവർക്ക് ആ പ്രകൃതിദത്തമായിട്ടുള്ള പാലുണ്ട കൊടുക്കാൻ കഴിയും. പക്ഷെ ഇവിടെ ഇപ്പോൾ പ്രസവിച്ചത് രാജാവാണ്, അദ്ദേഹത്തിന് പാലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ കുട്ടി മരിച്ചില്ല. ആ കുട്ടിക്കാണെങ്കിൽ വിശന്ന് കരയണു. ആ കുട്ടിക്കിപ്പോൾ ആരാ പാല് കൊടുക്കുക എന്നൊക്കെ ഈ മന്ത്രിമാർ ചോദിച്ചു. എന്തായാലും ഇവിടെ വളരെ ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കുട്ടി കരഞ്ഞ് ആ കരച്ചിലിൻ്റെ ശബ്ദം ദേവലോകം വരെയൊക്കെ പോയി എന്നൊക്കെയാണ് പറയണത്. ഇന്ദ്രന് സിംഹാസനത്തിലിരിക്കാൻ പോവാതെ കഴിയാതൊക്കെ കഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് വേറെ ചില സ്ഥലത്ത്. കാരണം കുട്ടി ഇങ്ങനെ കിടന്ന് കരയുമ്പോൾ എങ്ങനെ ഇരിക്കുക? ഇന്ദ്രൻ വിളിച്ച് ആലോചിച്ചു, എന്താപ്പത്, ഏത് കുട്ടിയായി കരയണത്? ഇവിടെ ദേവലോകത്തിരിക്കാൻ വഴിയില്ലല്ലോ, ദേവലോകത്തൊന്നും ആവാൻ വഴിയില്ലല്ലോ, കരച്ചിലുകാരന് ഇരിക്കാൻ നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞു. ദേവന്മാരൊക്കെ അന്വേഷിച്ചിട്ട് പറഞ്ഞു, ഇതേമാതിരി യവനാശൻ്റെ കുട്ടിയാണ് ആ ഭൂമിയിൽ, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. ആ കുട്ടിയാ പാല് കിട്ടാതെ കിടന്ന് കരയാണ് എന്ന് പറഞ്ഞു. എന്തായാലും ദേവേന്ദ്രൻ വിചാരിച്ചു കുട്ടിയുടെ കരച്ചിലൊന്ന് നിൽക്കണം, അതിനെന്തെങ്കിലും ഒരു സമാധാനം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴേ ദേവേന്ദ്രൻ തൻ്റെ ചുണ്ടുവിരൽ ആ കുട്ടിക്ക് കൊടുത്തു അത്രേ. അപ്പോൾ ഇവർ കംധാസ്യതി എന്നല്ലേ ചോദിച്ചത് മന്ത്രിമാർ, ആരാ ഈ കുട്ടിക്ക് പാല് കൊടുക്കുക എന്നല്ലേ ചോദിച്ചു. മാംധാത, ഞാൻ നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ചുണ്ടുവിരൽ ആ കുട്ടിയുടെ വായിക്ക് വെച്ചു കൊടുത്തു എന്നാണ് പറയണത്. മാംധാത എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ആ ചുണ്ടുവിരൽ വെച്ചു കൊടുത്തു. അതിനെ ചപ്പി കുടിച്ചുകൊണ്ട് കുട്ടി കരച്ചിൽ നിർത്തിയതുകൊണ്ട് പിന്നീട് ആ കുട്ടി മാംധാതാവ് എന്ന പേരിൽ പ്രസിദ്ധനായിട്ടുള്ള ബലവാനായിട്ടുള്ള ഇക്ഷ്വാകു വംശത്തിലെ രാജാവായി തീർന്നു. അങ്ങനെ അദ്ദേഹം ആരാ കുട്ടി, എന്താ ഉണ്ടായതെന്നൊക്കെ അല്ലേ ചോദിച്ചത് ഹേ ജനമേജയ. ആ കഥയെ ഞാനിത് അങ്ങേക്ക് വിസ്തരിച്ചു തന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ നവമസ്കന്ധം അവസാനിക്കണം. ഇനി ബാക്കിയുള്ള രാജാക്കന്മാരുടെ കഥ തുടർന്ന് പോകുന്നുണ്ട്. നമുക്കടുത്ത അധ്യായത്തിൽ അതൊക്കെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു.
ശ്രീ മഹാദേവ്യൈ നമഃ.